വാഹനങ്ങൾ വാഗ്ദാനം ചെയ്താണ് തൊടുപുഴ കോളപ്ര സ്വദേശി അനന്തു തട്ടിപ്പ് നടത്തിയത്. ഈ ഒരു 1000 കോടി രൂപേന്റെ സ്കാം നടന്നത് കേരളത്തിലാണ്. അപ്പോൾ 1,20,000 രൂപേന്റെ സ്കൂട്ടി വെറും 60,000 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് തൊടുപുഴക്കാരനായ അനന്തു കൃഷ്ണൻ നടത്തിയ ഒരു വലിയൊരു സ്കാമാണ് നമ്മൾ ഇന്ന് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ വാട്സപ്പും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ആ പേരിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ലോക്കൽ വാർഡ് മെമ്പറും അതുപോലെ തന്നെ മറ്റ് ഇൻഫ്ലുവൻസ് ഉള്ള, അതായത് ഓരോ ലോക്കലും ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും അങ്ങനെ ആ ഗ്രൂപ്പിൻ്റെ ഒരു നമ്പർ ഓഫ് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ചെയ്തിരിക്കുന്ന വലിയൊരു ക്രൈമിനാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു NGO എന്ന് പറഞ്ഞതിൻ്റെ കീഴിൽ മാത്രമല്ല സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂഷനുമാണ് ഇത് റണ്ണ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ക്രൈം നടന്നത്. ഇതിലെ മെജോറിറ്റി വിക്ടിമും വിമൻസ് ആണ് എന്നതാണ് ഇതിലൊരു മറ്റൊരു കാര്യം. ഈ ഒരു സ്കാം കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട യുവതികളെയാണ് ഫോക്കസ് ചെയ്തത്. പാവപ്പെട്ട കുടുംബത്തിലെ യുവതികളെ ഫോക്കസ് ചെയ്താണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ്, സ്കൂട്ടർ, ഇത് 3 കാര്യങ്ങളും തീർച്ചയായും ലേഡീസിന് വേണ്ട മിനിമം സാധനങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ അത് തന്നെ അവർ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രൈം നടക്കുന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് കിട്ടും, അതുകൊണ്ടാണ് ഇതിൻ്റെ പകുതി റേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്കാം നടക്കുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കണ്ണൂരിൽ ഏകദേശം 2000-ഓളം കേസുകൾ, വയനാട്ടിൽ 500-ഓളം കേസുകളും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരു NGO ആയ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGOയും ആണ് ഇതിൽ ഫണ്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്കാം നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര സിമ്പിളായിട്ടാണ് ചൂഴ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിൽ തുടങ്ങിയിരിക്കുന്ന ഒരു സ്കാം 10-15 ദിവസങ്ങളോളം കേരളം മൊത്തം വ്യാപിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്കാമായിട്ട് ഇതെങ്ങനെ നടന്നു എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും വാട്സപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ബട്ട് ഈ വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് വഴിയാണ് ഇവർക്ക് ഡാറ്റകൾ കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മളൊരിക്കലും വാട്സപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ അല്ലാണ്ട് ഇത്രത്തോളം ആൾക്കാർ ഇതിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ള സത്യമാണ്. അപ്പോൾ ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞിരിക്കുന്ന വലിയൊരു സംഭവമാണ്. അത് വെച്ചിട്ട് നിമിഷ നേരം കൊണ്ടാണ് ഒരു നമ്പറുകൾ ഒപ്പിച്ചത്. അപ്പോൾ വാട്സപ്പിലെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു, അതല്ലെങ്കിൽ വാട്സപ്പിലേക്ക് എന്ത് വരുന്നു, ഇതുപോലുള്ള മെസ്സേജുകൾ വരുന്നു. അതായത് എനിക്ക് കിട്ടിയൊരു മെസ്സേജ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. അതായത് ഇത് നോക്കാം, ആ ഒരു സ്കീമിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും പറയുന്നു. 50% വേണ്ടിയിട്ട് അല്ലെങ്കിൽ 50% ഓഫിൽ ലാപ്ടോപ്പും സ്കൂട്ടിയും കിട്ടുമെന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റുമായിട്ടാണ് ഇവർ ആദ്യം ഗ്രൂപ്പുകളിലേക്കൊക്കെ വരുന്നൊരു മെസ്സേജ് ഇതായിരിക്കും. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഡേറ്റ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന 2-3 കാര്യങ്ങൾ നോക്കുക. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് പറയുന്നുണ്ട്. മാത്രമല്ല ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ളൊരു ലിങ്ക് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ പലപ്പോഴും നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ഓതൻറ്റിസിറ്റിക്ക് വേണ്ടി തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൻ്റെ നെയിമും അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, വാട്സപ്പിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, അതുവഴി ഒരുപക്ഷെ നമുക്ക് ആ ഒരു ആരാണ് ഇതിൻ്റെ അഡ്മിൻ ആരാണെന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു മെസ്സേജ് വരുന്ന ആ ഒരു മെസ്സേജിൽ വലിയൊരു ഓതൻറ്റിസിറ്റി ഇല്ലാത്തൊരു മെസ്സേജാണ്. അതിൻ്റെ അകത്ത് ഏതാണ് NGO, ആ NGOൻ്റെ ഫോൺ നമ്പർ തരുന്നു. ആ ഫോൺ നമ്പറും മാത്രമല്ല അർജൻസി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, പറ്റിക്കപ്പെടാം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ NGO ഒക്കെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു NGO നിലവിൽ ഗൂഗിളിൽ എവിടെയും തന്നെ അതിൻ്റെ വെബ്സൈറ്റുകളോ ഇതൊന്നും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പം നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സൈറ്റ് ചെയ്യുന്ന സമയത്ത്
ഒരു വെബ്സൈറ്റിലേക്ക് ഇതിൻ്റെ ലിങ്ക് പോകുന്നില്ല മാത്രമല്ല ഏകദേശം ഒരുപാട് അഡ്വർടൈസ്മെന്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം പക്ക പ്രൊഫഷണലായി ചെയ്തിരിക്കുന്ന അഡ്വർടൈസ്മെന്റുകളാണ്. ഇപ്പോൾ ഇതിൻ്റെ ഡിസൈനും കാര്യം നോക്കുകയാണെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ മാത്രമല്ല ഇതിൽ ഒപ്പമുള്ളവർ സൊസൈറ്റിയിൽ അത്യാവശ്യം വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരുകളാണ് ഇതിൻ്റെ ഇനാഗുറേഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിജിറ്റലി ഇത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ടൂള്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പക്ക 100% പെർഫെക്റ്റ് ആണ് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് 50% സബ്സിഡി എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മലയാളികൾ ചാടി വീണ് പലപ്പോഴും ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യുക പോലും ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു കാര്യം നടന്നത്, ഈ ഒരു ക്രൈം നടന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന ലാപ്ടോപ്പുകൾ 33,000 റുപ്പീസാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ i3 മോഡൽ, ഇപ്പോൾ i3 8GB LPൻ്റെ ലാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു കോൺഫിഗറേഷനുള്ള സിസ്റ്റത്തിന് നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇനി ഇങ്ങനെ ട്രാപ്പുകൾ വരുന്ന സമയത്ത് ഇതൊക്കെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഗൂഗിളിലുണ്ട്. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നോക്കി നിങ്ങൾക്ക് റേറ്റ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ടാവും. ആ റേറ്റിന് തന്നെയാണ് ഒരു പകുതി വിലക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലെല്ലാം നോക്കുന്ന സമയത്ത് ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ കാണുന്നുണ്ട്. ലാപ്ടോപ്പുകൾ കൊടുക്കുന്നതും തയ്യൽ മെഷീൻ കൊടുക്കുന്നതും ഇതെല്ലാം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടാണ് ഒരു വലിയൊരു സ്കാം നടത്തിയെന്നാണ് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യം. വാട്സപ്പ് മെസ്സേജും അല്ലെങ്കിൽ വാട്സപ്പിലെ ഗ്രൂപ്പ് മെസ്സേജുകൾക്കും ഇങ്ങനെ അയക്കുമ്പോൾ ഒന്നും ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രൈവസിയിലേക്കാണ് വന്നു കയറുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ പ്രൈവസി അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറുകൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്കെതിരെ കൊടുക്കാൻ കേസ് പോലും ഇന്ത്യയിലില്ല. കാരണം ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രൈവസി ലോ ഇല്ലാത്തത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. വരും കാലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ലോകളൊക്കെ വരുന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്കാമുകളൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ സോഴ്സ് ഒന്ന് നോക്കാൻ ഇന്ന് ഒരുപാട് സാധ്യതകളുള്ളതാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ചോദിക്കാനൊക്കെ ഓപ്ഷനുകളുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം ഇതിൻ്റെ വെബ്സൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് എവിടെയാണുള്ളത്, ഇതിൻ്റെ സെൻറ്റർ എന്താണ്, ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ കാള തെറ്റു എന്ന് പറയുമ്പോഴത്തേക്കും കയറെടുത്തിറങ്ങുന്ന ആ ഒരു പ്രാകൃതം അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി മാറ്റി ചിന്തിച്ചാൽ തന്നെ ഇങ്ങനെയുള്ള കുടുക്കുകളിൽ നിന്ന് ഒരുപക്ഷെ കേരളത്തിന് മുക്തമാകാൻ പറ്റുന്ന, അല്ലെങ്കിൽ മലയാളികൾക്ക് മുക്തമാകാൻ പറ്റുന്നുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെർച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പലപ്പോഴും പല സൈറ്റുകളും ജെന്യുവിൻ ആണോ എന്നൊക്കെ നോക്കാറുള്ള പല ടെക്നിക്കുണ്ട്. അതിനെപ്പറ്റിയൊക്കെ അടുത്ത ഒരു വീഡിയോ നമ്മൾ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രൊഡക്റ്റും പകുതി വിലയ്ക്ക് വിൽക്കുക, അല്ലെങ്കിൽ ഇത്ര ശതമാനം കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വിറ്റഴിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു സ്കാം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഞാനൊരു ബിസിനസ്സുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് കാണാൻ ഞാൻ ഒരിക്കലും വിൽക്കില്ല എന്നൊരു ചിന്ത ഇത് വാങ്ങുന്നവർക്ക് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്കാമുകൾ തടയാൻ പറ്റുന്നുണ്ടാവും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ എഡ്യൂക്കേഷൻ ഒന്നും ബാരിയറില്ല. കാരണം റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു സൈബർ ക്രൈമിൽ അല്ലെങ്കിൽ സൈബർ അറ്റാക്കിൽ അതിൽ 75 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടത് ഒരു ഡോക്ടറിനാണ്. അപ്പോൾ ഇതൊന്നും ഇതിലൊരു മാറ്റർ അല്ല. എല്ലാവരും മലയാളികളുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, പൈസ ഇരട്ടിപ്പിക്കുക എന്നൊരു കൺസെപ്റ്റാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ അത് മലയാളികളുടെ കൈ നനയാണ്ട് മീൻ പിടിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി പണിയെടുത്താലാണ് പൈസ ഉണ്ടാവുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടുള്ള ഇങ്ങനെയുള്ള സ്കാമുകളെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുന്നുണ്ടാകും. തീർച്ചയായിട്ടും അടുത്തൊരു ഇൻഫോർമാറ്റീവ് വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും എത്തുന്നുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്.